ടിൻഡു, ദൃശ്യങ്ങൾ ജനം ടി വിക്ക് ലഭിച്ചോ? നാഗർകോവിൽ പ്ലാറ്റ്ഫോമിൽ ഈ കുട്ടി ഇറങ്ങുന്ന ദൃശ്യങ്ങൾ ജനം ടി വിക്ക് ലഭിച്ചോ? അങ്ങനെയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്യുക. എന്തായാലും ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ചെന്നൈയിലേക്കാണ് ഈ വണ്ടി പോയതെങ്കിൽ ഒരുപക്ഷെ ചെന്നൈയിൽ ആ സഹോദരൻ അവിടെ ഉണ്ട് എന്ന് നനച്ചിട്ടായിരിക്കാം ഒരുപക്ഷെ അങ്ങോട്ടേക്കുള്ള യാത്ര. പക്ഷേ സഹോദരൻ ഇപ്പോൾ ബാംഗ്ലൂരിലാണ് എന്നുള്ള വാർത്ത പുറത്ത് വരുന്നു. എന്തായാലും ലക്ഷ്യസ്ഥാനം ഒരുപക്ഷെ സഹോദരൻ്റെ അടുക്കലായിരിക്കും, ചെന്നൈ ആയിരിക്കും. പക്ഷേ ഇപ്പോൾ ഈ ട്രെയിന് ചെന്നൈയിൽ എത്തിയോ? ചെന്നൈയിൽ ഇതിനകം തന്നെ പോലീസിൻ്റെ തെരച്ചിൽ നടന്നിട്ടുണ്ടോ? എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ എന്താണ്? അനിൽ നമ്പ്യാർ, ചെന്നൈയിൽ നിന്ന് നേരത്തെ ലഭിച്ചിരുന്നത് ഈ കുട്ടി സഹോദരൻ്റെ അടുത്തേക്ക് എത്താനുള്ള സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കുക മാത്രമാണ് ചെയ്തത്. സഹോദരനുമായിട്ട് ഫോണിൽ വിളിച്ച് സംസാരിക്കുകയും ചെന്നൈ പോലീസുമായിട്ട് ബന്ധപ്പെടുകയും മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ ആഴത്തിൽ ഈ കുട്ടി അങ്ങോട്ട് എത്തിയിട്ടുണ്ടോ എന്ന രീതിയിൽ ഒരു അന്വേഷണം ഇതുവരെ ആരംഭിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഇത്രയും നേരം ഈ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും പ്രധാനമായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം 13 വയസ്സുള്ള പെൺകുട്ടിയാണ്. 13 വയസ്സുള്ള ഒരു പെൺകുട്ടി ദീർഘദൂരം അല്ലെങ്കിൽ ചിന്തിച്ചുകൊണ്ട് ചെന്നൈയിലേക്ക് പോകണമെന്ന ദൃഢനിശ്ചയം എടുത്തുകൊണ്ട് ട്രെയിനിലേക്ക് കയറി അവിടെ നിന്നും കന്യാകുമാരിയിലെത്തി അവിടെ നിന്നും ചെന്നൈയിലേക്ക് പോകുക എന്നൊരു ഈ ഒരു സ്ട്രാറ്റജി ഇത് നമ്മളുടെ ഒരു ചിന്ത മാത്രമാണ്. പക്ഷെ ആ കുട്ടി ഒരുപാട് നാൾ ആലോചിച്ചെടുത്ത തീരുമാനമൊന്നുമല്ല. പെട്ടെന്ന് അമ്മയുമായിട്ട് വഴക്കുണ്ടായതിനു ശേഷം അമ്മ തല്ലുന്നു. ആ ദേഷ്യത്തിൽ ബാഗ് എടുക്കുന്നു, അവിടെ കരുതിയിരുന്ന ഒരു പേഴ്സ് എടുക്കുന്നു. അതിനകത്ത് 50 രൂപ ഉണ്ടായിരുന്നു എന്ന് അമ്മ പറയുന്നു. ഈ പേഴ്സും കൊണ്ടാണ് ഈ കുട്ടി ബസ് കയറി ഒരുപക്ഷെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലോ കഴക്കൂട്ടത്തോ എത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ കഴക്കൂട്ടം റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നതെങ്കിൽ ഒരുപക്ഷെ ആ കുട്ടി പോലീസ് സ്റ്റേഷന് സമീപത്തുള്ള ഷോപ്പിലെ CCTV ദൃശ്യങ്ങളിൽ പെടില്ല. കാരണം ഈ കുട്ടിയുടെ വീട്ടിൽ നിന്ന് ഉള്ളിലേക്കുള്ള റോഡ് വഴി കയറുകയാണെങ്കിൽ കഴക്കൂട്ടം റെയിൽവേ സ്റ്റേഷനാണ്. പക്ഷേ ഈ കുട്ടി പ്രധാന ഹൈവേ പാതയിലോട്ടാണ് കയറിയത്. അതിനുശേഷം ബസ് കയറി നമുക്ക് പൂർണ്ണമായും അത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് എത്തിയത് എന്ന് മനസ്സിലാക്കാം. അങ്ങനെയെങ്കിൽ ആ കുട്ടി അവിടെ നിന്നും ട്രെയിൻ കയറി ചെന്നൈയിലേക്ക് പോകണം എന്ന് ദൃഢനിശ്ചയം എടുത്തുകൊണ്ട് വന്നത് എന്ന് വിചാരിക്കാം. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ാണ് കേരളത്തിലെത്തുന്നത്. മുമ്പ് കേരളവുമായിട്ട് ഒരു ബന്ധവുമില്ല. കുഞ്ഞുങ്ങളിലേക്ക് എത്തുന്നപ്പം എത്തിയ കുട്ടി പെട്ടെന്ന് ഈ ഒരു മാപ്പ് വരച്ചതുപോലെ ട്രെയിനിൽ കയറുന്നു, കന്യാകുമാരിയിൽ വരുന്നു, അവിടെ നിന്നും ആ ട്രെയിനിൽ തന്നെ ഇരിക്കുന്നു, പിന്നീട് ചെന്നൈയിലേക്ക് പോകുന്നു. അതൊക്കെ ഒരു പ്ലാൻഡ് സിസ്റ്റം പോലെ പോകാനുള്ള സാധ്യത കുറവായിട്ട് മാത്രമേ നമുക്ക് ഈ ഘട്ടത്തിൽ പരിഗണിക്കാൻ സാധിക്കുള്ളൂ. കാരണം നമുക്കറിയാം, നമ്മൾ ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ എടുക്കുന്ന മിസ്സിംഗ് കേസുകളൊക്കെ കൂടുതലും ആൺകുട്ടികളാണ്. മിസ്സിംഗ് കേസുകളൊക്കെ എടുക്കുകയാണെങ്കിൽ പോലും ഒരു പരിധി വരെ ഒരു പരിധിക്കപ്പുറം അവർക്ക് പോകാൻ, അല്ലെങ്കിൽ ഒരു പരിധിക്കപ്പുറം ബസ്സിലാണെങ്കിലും ട്രെയിനിലാണെങ്കിലും അവർക്ക് പോകാൻ പറ്റിയിട്ടില്ല. അതിനു മുന്നേ തന്നെ പോലീസ് അവരെ കണ്ടെത്തിക്കൊണ്ട് വരുന്ന ഒരു പ്രവണതയുണ്ടായിരുന്നു. പക്ഷേ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആഴത്തിലുള്ള ദുരൂഹത മറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം കഴിഞ്ഞ 30 മണിക്കൂറായിട്ട് ആ കുട്ടിയെ കാണാനില്ല. ഈ അവസാനമായിട്ട് പേട്ടയിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ മേരി എന്ന കുട്ടി, ആ കുട്ടീനെ തട്ടിക്കൊണ്ടുപോയിട്ട് നമ്മൾ ഏതാണ്ട് ഇതേ സമയമൊക്കെ ആയപ്പോൾ തന്നെ ആ കുട്ടിയെ തിരികെ കിട്ടിയത് തട്ടിക്കൊണ്ടുപോയ കേസാണ് ഇത്. ഈ കുട്ടി സ്വമേധയാ ഒറ്റയ്ക്ക് ഇറങ്ങിപ്പോയ കുട്ടിയെ ഇത്രയും സമയമായിട്ടും കണ്ടെത്താൻ സാധിക്കില്ല എന്ന് പറയുമ്പോൾ അതിന് പിന്നിൽ എന്തെങ്കിലും ദുരൂഹത ഒളിഞ്ഞിരിക്കുന്നുണ്ടോ എന്ന് ഈ ഘട്ടത്തിൽ ചിന്തിക്കേണ്ടതായിരിക്കുന്നു. കുട്ടി നാഗർകോവിൽ വരെ എത്തുന്നു, പാറശാല വെച്ച് കുട്ടിയെ കാണുന്നു. ടിൻഡു പറഞ്ഞതിനോട് യോജിക്കുന്നു. ചില ദുരൂഹതകൾ അവശേഷിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ വീട്ടുകാർ പലതും മറച്ചു വയ്ക്കുന്നു. പോലീസിന് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കൈമാറുന്നില്ല. പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നതെന്ന് പോലീസ് നേരത്തെ തന്നെ മാധ്യമങ്ങളോടും വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഒരു ദുരൂഹത ഒളിഞ്ഞ് കിടക്കുന്നുണ്ട്. ആ ദുരൂഹത അത് മാറ്റുകയാണെങ്കിൽ മാത്രമേ അന്വേഷണത്തിന് എന്തെങ്കിലും ഫലപ്രാപ്തി ഉണ്ടാവൂ എന്നല്ലേ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്?
തീർച്ചയായിട്ടും അനിൽ നമ്പ്യാർ, ഈ വീട്ടുകാര് പോലീസുമായിട്ട് അതായത് പോലീസിനോട് പോലീസ് പറയുന്ന രീതിക്ക് സഹകരിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്നും അല്ലെങ്കിൽ ഈ ദുരൂഹതയിൽ നിന്നും നമുക്ക് മറനീക്കി പുറത്തു വരാൻ സാധിക്കുകയുള്ളൂ. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ഇവർ കേരളത്തിൽ വന്നിട്ടുണ്ടോ, നേരത്തെ ഇത്തരത്തിലുള്ള ലോങ് സർവീസുകൾ നടത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അസമിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയിട്ടുണ്ടോ, ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും അവർ വ്യക്തമായിട്ട് മറുപടി നൽകുന്നില്ല. അവർ 1 മാസമായിട്ടേ ഉള്ളൂ ഇവിടെ വന്നിട്ട്, മറ്റൊന്നും അറിയില്ല. ഇത് മാത്രമാണ് അച്ഛനും അമ്മയും നൽകുന്ന മറുപടി. കുട്ടിക്ക് ഇത്തരത്തിൽ ട്രെയിനിൽ കയറി പോകാനുള്ള ഒരു പരിചയത്തെ പറ്റിയെങ്കിലും ഒരുപക്ഷെ പോലീസിന് അടിസ്ഥാനമായിട്ടുള്ള കുറച്ച് വിവരങ്ങൾ ശേഖരിക്കാൻ സാധിക്കൂ. നിലവിൽ ഇപ്പോൾ കുട്ടി 1 മാസം മാത്രം ഇവിടെ ഈ കേരളത്തിലേക്ക് വന്നിട്ട് പെട്ടെന്ന് കുട്ടി ഒരു പ്ലാൻ ചെയ്തുകൊണ്ട് നമുക്ക് ഈ കുട്ടി ചെന്നൈയിലേക്ക് സഹോദരന്റെ അടുത്തേക്ക് പോയി എന്ന് ഉള്ളൊരു അനുമാനത്തിലേക്ക് എത്താൻ എന്തായാലും നിലവിൽ പോലീസ് ആ ഒരു സാഹചര്യത്തിൽ എത്തില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. നമുക്കറിയാം, വീണ്ടും ആവർത്തിച്ച് പറയുന്നു, 13 വയസ്സായിട്ടുള്ള പെൺകുട്ടിയാണ്. ആ കുട്ടി ഇത്രയും പ്ലാൻഡ് ആയിട്ട് ചിന്തിക്കുമോ എന്നൊരു കാര്യം കൂടി നമ്മൾ എടുത്ത് പറയേണ്ടതുണ്ട്. അതിലാണ് നമ്മൾ ഈ പറഞ്ഞ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, നേരത്തെ ഈ കുടുംബം ഇത്തരത്തിലുള്ള മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം. അങ്ങനെയെങ്കിൽ ആ കുട്ടി ഓർത്തിരിക്കണം. അങ്ങനെയെങ്കിൽ ആ കുട്ടി ഇങ്ങനെ പോയതിൽ ഒരുപക്ഷെ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, ഇത്തരത്തിൽ ഈ കന്യാകുമാരിയിൽ വന്നിട്ട് ചെന്നൈയിലേക്ക് പോയിരിക്കണമെന്ന് ചിന്തിക്കാം. പക്ഷേ ഇതിനൊക്കെയുള്ള മറുപടി പോലീസുമായിട്ട് സഹകരിച്ചെങ്കിൽ മാത്രമേ ഈ കേസിന് ഇനി ഒരു മുന്നോട്ട് പോക്കുള്ളൂ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും നാഗർകോവിലിൽ കുട്ടി ഇറങ്ങിയിട്ടുണ്ട്. കുട്ടി ഇറങ്ങിയതിന് ശേഷം കുട്ടി ഈ ട്രെയിനിൽ കയറി കന്യാകുമാരിയിൽ എത്തിയിട്ടുണ്ട്. കാരണം നാഗർകോവിലിനും കന്യാകുമാരിക്കും ഇടയിൽ മറ്റൊരു സ്റ്റോപ്പില്ല. അതിനുശേഷം കുട്ടി ട്രെയിനിൽ നിന്നും 13 വയസ്സുകാരിയാണ്, തനിച്ചാണ് യാത്ര, അതും ട്രെയിനിൽ. സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു.